ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായ ജസ്ന തിരോധാന കേസ് തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കും. കേസ് അന്വേഷിച്ച CBIയുടെ റിപ്പോർട്ട് തള്ളണമെന്നാണ് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. CBI നിരവധി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ വിട്ടുപോയതായും ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടുന്നു. ജസ്നയുടെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായി അന്വേഷിച്ചതാണെന്ന് CBI കോടതിയിൽ വ്യക്തമാക്കി. വിശ്വസനീയമല്ലാത്ത മൊഴികൾ തള്ളിക്കളഞ്ഞു എന്നും CBI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനുള്ള മറുപടി ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കും. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് കാണാതായ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാകാതെയാണ് CBI കേസന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ CBI അന്വേഷണം നടത്തിയില്ലെന്നും ജസ്നയുടെ അച്ഛന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു. ജസ്നയെ ഒരു സുഹൃത്ത് ചതിച്ചതായി സംശയിക്കുന്നു. ജസ്നയ്ക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല. ജസ്നയുടെ കൂടെ പഠിച്ച 5 വിദ്യാർത്ഥികളെക്കുറിച്ച് അന്വേഷിച്ചില്ല. കോളേജിന് പുറത്ത് ജസ്ന NSS ക്യാമ്പുകൾക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ല എന്നും ജസ്നയുടെ പിതാവിന്റെ ഹർജിയിൽ പറയും. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് CBI റിപ്പോർട്ട്.